നമസ്കാരം. സാഹിത്യ PSC അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നവോത്ഥാന നായകരെക്കുറിച്ചാണ്. കേരള PSCക്ക് നിരവധി തവണ ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ടായിട്ടുള്ളതാണ് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള. ശ്രദ്ധിക്കുക. ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം ഞങ്ങൾ മുൾട്ടിപ്പിൾ ക്ലിയർപ്പിക്കും. ഒരു ഇരുണ്ട കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹത്തെ ആവേശത്തോടെ ആർജവത്തോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ പ്രേരിപ്പിച്ച വാക്കുകളാണവ. ഈ വാക്കിൻ്റെ ഉടമ മറ്റാരുമല്ല, ദ കേരള സ്പാർട്ടക്സ്, അഗസ്ത്യരുടെ പടത്തലവൻ മഹാത്മാ അയ്യൻകാളിയുടേതാണ് ആ വാക്കുകൾ. 1893 തിരുവിതാംകൂറിൻ്റെ രാജവീതിയിലൂടെ ഒരു വില്ലുവണ്ടി വന്നു നിന്നു. കാളകളുടെ കുളമ്പടിക്ക് പോലും പ്രതിഷേധത്തിൻ്റെ താളമുണ്ടായിരുന്നു. ഓടിക്കൂടിയവർ വില്ലുവണ്ടിയിൽ നിന്നിവർന്നിരിക്കുന്ന മനുഷ്യനെ കണ്ട് അമ്പരന്നു. പൊതുനിരത്തിലൂടെ കീഴ്ജാതിക്കാരന് യാത്ര നിഷേധിച്ച കാലത്ത് വില്ലുവണ്ടിയിലെത്തിയ അയ്യങ്കാളിയെ സവർണ കൂട്ടങ്ങൾ പലയിടങ്ങളിൽ വെച്ച് ചുറ്റി വളഞ്ഞു. മൂർച്ചയേറിയ വാക്കിനും കയ്യിലേന്തി കടാരയ്ക്ക് മുന്നിൽ അവരെല്ലാം പിന്തിരിഞ്ഞോടി. 1893 ഈ ചരിത്ര മുഹൂർത്തം ദളിത് സമൂഹത്തിന് നൽകിയ ഊർജം ചെറുതൊന്നുമല്ലായിരുന്നു. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പ്ലാവത്ര വീട്ടിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി അയ്യൻകാളി ജനിച്ചു. ബാല്യകാലം മുതലേ നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു അയ്യൻകാളിയുടേത്. പരിഹാസങ്ങളോടും മാറ്റി നിർത്തലുകളോടും സമരസപ്പെടാത്ത വിപ്ലവ വീരം അയ്യൻകാളിയെ കൂട്ടത്തിലെ നേതാവാക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു. കേരള നവോത്ഥാനത്തിലെ തീപാർന്ന വർഷമാണ് 1915. അയ്യൻകാളി നിരക്ഷരനായ നവോത്ഥാന നായകനാണ്. താനും തൻ്റെ പൂർവികരും നേരിട്ട ഈ ദുരവസ്ഥയെ തങ്ങളുടെ പിൻതലമുറയെങ്കിലും മറികടക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി ശ്രീമൂലം തിരുനാൾ ഉത്തരവ് ഇറക്കിയെങ്കിലും കാലങ്ങളോളം ആ ഉത്തരവ് പാലിക്കാതെ പോയി. തുടർന്ന് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ വെങ്ങാനൂരിൽ 1905 ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുകയുണ്ടായി. അധസ്കൃതർ കെട്ടിപ്പൊക്കിയ ആ ചെറുപള്ളിക്കൂടത്തെ അധവന്മാരായ സവർണ മേലാളന്മാർ തല്ലിത്തകർത്തു. കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ കണ്ടെത്തുക എന്നതുപോലും അവർക്ക് തീവ്ര പരിശ്രമമായിരുന്നു. പള്ളിക്കൂടത്തിൻ്റെ പുനർനിർമ്മാണവും അക്രമ സംഭവങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. 1915 തൻ്റെ സമുദായത്തിലെ പഞ്ചമി എന്ന വിദ്യാർത്ഥിനിയുമായി അയ്യൻകാളി ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് നടന്നു ചെന്നു. ഈ കാഴ്ച കണ്ട് വെറിപൂണ്ട പ്രമാണിമാർ സ്കൂൾ കത്തിച്ചു. ലഹള പലയിടത്തും വ്യാപിച്ചു. ഏറ്റുമുട്ടലുകളുണ്ടായി. അറിവിനെ അയിത്തം കൽപ്പിച്ച ആ മഹാലഹളയെ ചരിത്രം പിന്നീട് ഊരൂട്ടമ്പല ലഹളയെന്നും 90-ാം ആണ്ട് ലഹളയുമെന്ന് വിളിച്ചു. കാലങ്ങൾക്കിപ്പുറം പഞ്ചമിയുടെ പിൻതലമുറക്കാർ ഊരൂട്ടമ്പലം സ്കൂളിൽ പഠിച്ചതും പഞ്ചമി എന്ന നാമം അംഗീകരിക്കപ്പെടുന്നതും കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ്. ഇതേ വർഷം തന്നെയാണ് കൊല്ലം ജില്ലയിലെ പെരിനാട് ദേശത്ത് കല്ലുമാല സമരം നടക്കുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളുടെ അടയാളമായി കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആഭരണം ധരിക്കണമത്രേ. ഈ വിചിത്ര നിയമത്തെ ദളിത് നേതാക്കൾ ഒന്നടങ്കം എതിർത്തു. ഇതിൻ്റെ പേരിൽ നിരവധി സമരങ്ങൾ പലയിടത്തും നടന്നു. സമരങ്ങൾക്ക് അയ്യൻകാളി പൂർണ്ണ പിന്തുണ നൽകി. സ്ത്രീകൾ ഒന്നടങ്കം കല്ലുമാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇതേ തുടർന്നുണ്ടായ ലഹളയെ പെരിനാട് ലഹളയെന്നും കല്ലുമാല സമരമെന്നും പിന്നീട് അറിയപ്പെട്ടു. തുടർന്നുണ്ടായ സമരത്തിന് പുലയ സമുദായത്തിന് വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് TM വർഗീസ് ആയിരുന്നു. അദ്ദേഹത്തിന് വക്കീൽ ഫീസ് കൊടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ പ്രതിഫലമായി വക്കീലിൻ്റെ വീടിനോട് ചേർന്ന് ഒരു വലിയ കുളം നിർമ്മിച്ചു നൽകുവാൻ ആ ദളിത് സമൂഹം തീരുമാനിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ മുൻവശത്തായി ഇപ്പോഴും ആ കുളത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാം. പെരിനാട് ലഹളയുടെ ചരിത്ര സ്മാരകമായ ആ കുളത്തെ കമ്മാൻകുളം എന്ന് വിളിക്കുന്നു. അസംഘടിതരായ ജനവിഭാഗത്തിന് ഒത്തുചേരുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും അയ്യൻകാളി കണ്ടെത്തിയ മാർഗമായിരുന്നു. മറ്റൊരു മാർഗമായിരുന്നു സാധുജന പരിപാലന സംഘം.
സാധുജന പരിപാലന സംഘം 1907 അദ്ദേഹം സ്ഥാപിച്ചു. സംഘടനയുടെ നേതൃത്വം വഹിച്ചതും അയ്യങ്കാളി തന്നെയായിരുന്നു. 1914 സമുദായത്തിൻ്റെ ആശയപ്രകാശനത്തിനും ലക്ഷ്യത്തിനും ഊർജം പകരുവാനും സാധുജന പരിപാലനി എന്ന മുഖപത്രവും അയ്യങ്കാളി പുറത്തിറക്കുകയുണ്ടായി. ദളിത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉറച്ച ഭാഷയിൽ ഭരണകൂടത്തെ അറിയിക്കുവാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞത് 1911 ഡിസംബർ 6 ശ്രീമൂലം പ്രജാസഭയിൽ നാമനിർദ്ദേശം സ്വീകരിച്ചതോടെയാണ്. 1912 ഫെബ്രുവരി 27 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി പ്രസംഗിച്ചു. അതൊരു നിരക്ഷരൻ്റെ, ആ കാലഘട്ടത്തിൽ അപരിഷ്കൃതനെന്ന് മുദ്രകുത്തപ്പെട്ടവൻ്റെ ഭാഷയേ അല്ലായിരുന്നു അയ്യങ്കാളിയുടേത്. ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വ്യക്തവും ദൃഢവുമായ മനോഹര ഭാഷയിലായിരുന്നു അയ്യങ്കാളി പ്രസംഗിച്ചത്. ആ പ്രസംഗം ഏവരുടെയും മനം കവർന്നു. 28 വർഷം തുടർച്ചയായി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1912 ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുമ്പോൾ എങ്ങുമെത്താത്ത ഒരു ജനതയുടെ നേതാവ് മാത്രമായിരുന്നുവെങ്കിൽ 1937 വെങ്ങാനൂരിൽ വെച്ച് ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു ജനവിഭാഗത്തിൻ്റെ സൂര്യ തേജസ്സാർന്ന ഒരു നേതാവിൻ്റെ മുഖമായിരുന്നു അയ്യങ്കാളിയുടേത്. 1941 ജൂൺ 18 കേരളത്തിൻ്റെ ധീര നവോത്ഥാന നായകൻ അന്തരിച്ചു. പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് E.K. നായനാരും ആളിക്കത്തിയ തീപ്പൊരിയെന്ന് പിന്നീട് ചരിത്രവും വിളിച്ച ആ മഹാന്റെ മഹാചരിതം ഇനിയുമേറെ പഠിക്കേണ്ടതും പഠന വിഷയമാക്കേണ്ടതുമുണ്ട്. ഇരുണ്ട കാലത്തെ കീറിമുറിച്ച ആ വജ്രസൂചിക്ക് പ്രണാമം.